അല്ല ചേച്ചി, ഈ ബെൽറ്റ് എന്തിനാ ഇടുന്നേ? ഇത് വയറ് കുറയാൻ വേണ്ടിട്ടാണ്. ഏയ്, 4ന്റെ അപ്പുറം വെക്കരുത്. വെച്ചെന്താ കുഴപ്പം? ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. എന്താ, നിനക്ക് ചെയ്യണോ? ഏയ്, എനിക്ക് വേണ്ട. നേത്ര, പറ്റുന്നില്ല. എന്താണെങ്കിലും ശരി, ഞാൻ വന്നിട്ട് നോക്കാം. സോറി. ഓ മൈ ഗോഡ്, ഞാനിത് എത്ര പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇങ്ങനെ ആയിട്ടില്ല. ഇതെനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ബേൺ ആയിന്നാ തോന്നുന്നേ. ഓ മൈ ഗോഡ്. ഞാൻ വിനോദിനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്ന പറഞ്ഞത്. തൽക്കാലം ഈ ഓയിൽ അപ്ലൈ ചെയ്താൽ മതി. പെയിൻ ശകലം കുറവുണ്ടാവും. ഹലോ ചന്ദ്ര, എനിക്ക് എന്താ സംഭവിച്ചെന്നറിയോ? എന്താണെങ്കിലും പിന്നെ വിളിക്ക്. ഞാനൊരു പ്രോജക്റ്റിന് വേണ്ടി ബാംഗ്ലൂർ പോവാണ്. എന്താണെങ്കിലും നമുക്ക് നേരിട്ട് ഒന്ന് സംസാരിക്കാം. അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സംഗതി സീരിയസ് ആണ്. നോക്കേ, ഞാനൊരു വലിയ ഡീലിന് വേണ്ടി ബാംഗ്ലൂർ പോവാണ്. അതിനേക്കാൾ എനിക്ക് വേറെ ഒന്നും വലുതല്ല. നീ ഒന്ന് ഫോൺ വെക്ക്. ചന്ദ്ര, എന്ത് പറ്റി അനിതേ? ബെൽറ്റിലെ വോൾട്ടേജ് കൂടി. വൈബ്രേഷൻ സഹിക്കാൻ പറ്റിയില്ല. നോക്ക് എങ്ങനെയാ ചോന്നിരിക്കുന്നെന്ന്. വളരെ പെയിൻ തോന്നുന്നു. ഈ ഓയിന്റ്മെന്റ് തേച്ചാ മതി, എല്ലാം ശരിയാവും. വിനോദ്, നീ തന്നെ ആ ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്ത് തരുമോ? പ്ലീസ് വിനോദ്, നല്ല പെയിൻ ഉണ്ട്, തലവേദനയുണ്ട്. പ്ലീസ്.
വന്നിട്ട് നേരം കുറെ ആയെന്ന് തോന്നുന്നു. അതെ, അനിതയുടെ റൂമിലേക്ക് പോയിരുന്നു. കയ്യിലെന്താ? അനിതയ്ക്ക് ഓയിൻമെന്റ് തേച്ചു കൊടുത്തപ്പോ കുറച്ച് കയ്യിലും. അതെ, തൊടാതെ എങ്ങനെ ഓയിൻമെന്റ് തേക്കുക? ഒരു ഡോക്ടറെ പോലെ. അതിന് നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നതല്ലേ. നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഈ തൊടുന്നതിനെ കുറിച്ചൊക്കെ എന്തിനാ നീ വെറുതെ. എക്സ്ക്യൂസ് മീ നേത്ര, എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ട്. എന്നോട് ക്ലിനിക്കിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ്ലി ഇന്ന് രാത്രി ഞാൻ അവിടെ തന്നെ ആയിരിക്കും. എന്ന് ഞാൻ പോയിട്ട് വരട്ടെ? ഓക്കെ, ടേക്ക് കെയർ അനിത. താങ്ക്സ്. ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? അപ്പോ നിനക്ക് വിഷമമുണ്ടല്ലേ? എന്റെ അമ്മോ. ഏയ് നേത്ര, കാപ്പി കുടിക്കുന്നോ? നീ കോഫി ഉണ്ടാക്കി അത് ഞാൻ കുടിക്കണം യാതൊരു നിർബന്ധമില്ല. ഓക്കെ. അവിടെ നിന്നേ. നീ എന്താ പതിവില്ലാതെ പുതിയ സാരി ഉടുത്തിരിക്കുന്നേ? അതെ, പുതിയ സാരി തന്നെ ഉടുത്തിരിക്കുന്നേ. കൊള്ളാവോ? വിനോദ്, അനിത എന്തിനാ സാരി ഉടുത്തിരിക്കുന്നേ? അനിതയോ? അനിത സാരി ഉടുത്താ ഞാൻ എന്ത് ചെയ്യാനാ? സാരി ഉടുത്താ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവള് സാരി ഉടുത്തിരിക്കുന്നേ. ഏയ്, ഇത് നോക്ക്. അനിത സാരി ഉടുക്കുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. ഒന്ന് മനസ്സിലാക്ക്. ഓ, അപ്പൊ അവള് സാരി ഉടുത്തില്ലെങ്കിൽ ഇഷ്ടാവോ? ഏയ്, ഭാര്യയെ പോലെ കാര്യങ്ങളോ ചെയ്യുന്നില്ല. ഭാര്യയെ പോലെ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൂട്ടാനാണോ ഈ കല്യാണം കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ കല്യാണമേ വേണ്ട. മതിയായി എനിക്ക് ലിവിൻ ടുഗെദർ. ബാത്റൂമിൽ പോലും സമാധാനം തരില്ലെന്ന് വെച്ചാ. അനിത, ഈ വീട് നീ ഇപ്പൊ തന്നെ വെക്കേറ്റ് ചെയ്യണം. നേത്രയ്ക്ക് നിന്നെ കാണുന്ന തന്നെ ചതുർത്ഥിയാ. എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? റിലാക്സ്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. എപ്പോ നോക്കിയാലും ഞങ്ങൾ തമ്മിൽ തല്ലൂട്ടം തന്നെയാ. ഇതൊരു തലവേദനയായിരിക്കുക. തലവേദനയോ? നമുക്കത് ആദ്യം ശരിയാക്കാം. നിക്ക്. വിനോദ്, 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 നീ എന്തേ ചെയ്യുന്നേ? ഇപ്പൊ നല്ല റിലീഫുണ്ട്. അനിത, തലവേദന കുറച്ചും കൂടി ബാക്കിയുണ്ട്. പ്ലീസ്. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്താണ് ആവശ്യമെന്ന് വെച്ചാ അത് ഞാൻ തരാം. പക്ഷെ എനിക്കൊന്ന് അറിഞ്ഞാ മതിയാവൂ. നേത്രനെ പൂർണ്ണമായി മറന്നിട്ട് എന്റെ കൂടെ വരൂ. അതൊക്കെ ചെയ്യാം. പക്ഷേ ചന്ദ്രൻ. സി, ചന്ദ്രൻ എന്റെ ഭർത്താവും അല്ല, നേത്രൻ എന്റെ ഭാര്യയും അല്ല. നമ്മളിനിയും പരിധി വിട്ടിട്ടില്ല. ആർക്കാരെയാണോ ഇഷ്ടം അവരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്. അതാണ് നല്ല റിലേഷൻഷിപ്പ്. എനിക്ക് നിന്നെ ഇഷ്ടമായി. അതേപോലെ നീയും എന്നെ 100% ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ നാട്ടിലേക്ക് പോവാ അനിത. അപ്പൊ നിനക്കെന്നെ ഇഷ്ടമായില്ലേ? ഞാൻ നാട്ടിലേക്ക് പോയിട്ട് ലേറ്റ് നൈറ്റേ വരുവുള്ളൂ. നേരെ നേത്രയുടെ റൂമിലേക്ക് പോവില്ല. ഈ റൂമിലേക്കാണ് വരാൻ പോകുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാ വരട്ടെ. നീ എങ്ങോട്ട് പോകാനാ റെഡിയാവുന്നേ? ഞാനിപ്പോ പോണ്ടിച്ചേരിക്കാ പോകുന്നത്. എപ്പ തിരിച്ചു വരും? വന്നിട്ട് എന്ത് തരാനാ?
രാത്രി രാഹുകാലം നോക്കാതെ 3 മണിക്ക് വന്നു എന്നിരിക്കും. അതെന്റെ ഇഷ്ടമാണ്. ഇനി മുതൽ എന്റെ ഇഷ്ടത്തിന് ഞാൻ വരൂ.